വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള നടപടികൾ BJP നടത്തുന്നുണ്ട്. SNDP വോട്ടുകൾ അല്ലെങ്കിൽ ഈഴവ വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് അതിൽ പ്രധാനം. വി മുരളീധരൻ കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളി നരേശനുമായി ചർച്ച നടത്തി. വെള്ളാപ്പള്ളിയുടെ നിലപാടുകളിൽ BJPക്കുള്ളിൽ നിന്ന് നേരത്തെ വിമർശനം ഉയർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. VS രഞ്ജിത്ത് എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് VS രഞ്ജിത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലടക്കം വി മുരളീധരന് ജയത്തോടടുപ്പിക്കുന്ന വോട്ടുകൾ സമ്മാനിച്ചത് ഈഴവ വിഭാഗത്തിൽ നിന്നാണ്. പ്രത്യേകിച്ചും ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല പല മണ്ഡലങ്ങളിലും ജയസാധ്യത ഉറപ്പിക്കാൻ SNDPയുടെ ഇടവ വോട്ടുകളുടെ പിന്തുണ വളരെ പ്രധാനമാണ്. ഇന്നത്തെ കൂടിക്കാഴ്ച എപ്പോഴായിരുന്നു? എന്തെങ്കിലും തരത്തിൽ ഒരു അനുരഞ്ജന സാധ്യത തെളിഞ്ഞോ? സുജിയ, വെള്ളാപ്പള്ളി നടേശൻ അടിക്കടി നടത്തുന്ന CPM അനുകൂല, സർക്കാർ അനുകൂല നിലപാടുകളും പ്രസ്താവനകളുമൊക്കെ BJPയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നതായി നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായിക്കൊണ്ടാണ് ഇന്നിപ്പോൾ വി മുരളീധരൻ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ നേരിട്ട് കാണുന്നത്. നേരത്തെ സുജിയ സൂചിപ്പിച്ച പോലെ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഈ BJPയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൽ SNDPയുടെ വോട്ടുകൾ അഥവാ ഈഴവ വോട്ടുകൾ, അതുപോലെ NSSന്റെ നായർ വോട്ടുകൾ, അതുപോലെ ക്രിസ്ത്യൻ വോട്ടുകൾ, ഈ ഒരു സമീകരണം അല്ലെങ്കിൽ ഈ ഒരു മിശ്രിതമാണ് BJP ആഗ്രഹിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ജയത്തോടടുത്ത് പലയിടങ്ങളിലും വിജയിച്ചപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലൊക്കെ ശോഭാ സുരേന്ദ്രന്റെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് SNDPയുടെ അകമഴിഞ്ഞുള്ള പിന്തുണയിലായിരുന്നു. ആറ്റിങ്ങലിൽ വി മുരളീധരൻ ഉണ്ടാക്കിയ മുന്നേറ്റം SNDPയുടെ ഒരു പിന്തുണയിലായിരുന്നു. അപ്പോൾ അത്തരം മണ്ഡലങ്ങളിൽ SNDP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചത് BJPക്ക് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന വിധത്തിലാണ് സംസ്ഥാന സർക്കാരിനും CPMനും പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് SNDPയുടെ ജനറൽ സെക്രട്ടറി രംഗത്ത് വരുന്നത്. ആ ആശങ്ക പരിഹരിക്കാനുള്ള ഒരു തുടക്കമായിട്ടാണ് ഇന്നിപ്പോൾ വി മുരളീധരൻ അദ്ദേഹത്തെ കാണുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഉദ്ദേശിച്ച